പ്രകാരം 54 ലക്ഷം മെട്രിക് ടൺ 3 കൊല്ലം കൊണ്ടെടുത്തു. പക്ഷെ 54 ലക്ഷം മെട്രിക് ടൺ മണൽ എവിടെ ചെന്നിട്ടില്ല? IRAയിലും ചെന്നിട്ടില്ല, KMMLലും ചെന്നിട്ടില്ല. KMMLന് മാത്രമാണ് കരിമണൽ ഖനനം നടത്താനുള്ള അധികാരമുള്ളത്. ഇവർ ഈ KMML നടത്തുമ്പോഴത്തേക്ക് CMRL എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടുന്ന് ഖനനം നടത്തുന്ന കാര്യങ്ങൾ കർത്തായ്ക്ക് വേണ്ടി പോവുകയാണ്. ഈ കരിമണൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് എടുക്കുന്നത് സർക്കാരിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? അങ്ങനെയും വരുന്നില്ല. അതെ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. വെള്ളം ഒഴുകുന്ന സ്ഥലം അവിടെയാണ്, പക്ഷെ അവർ മണ്ണ് എടുത്തിരിക്കുന്നത് ഈ സൈഡിൽ നിന്നാണ്. ഇത് എന്താണ്? ധാരാളം മണ്ണെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ, കുഴിയാണത്. ഇതുപോലൊരു കുഴിയിൽ കഴിഞ്ഞ വർഷം ഇതുപോലൊരു കുഴിയിൽ ഒരു കുട്ടി വീണ് മരണപ്പെട്ടു. ഇതുപോലെ ഉണ്ടായ ഒരു കുഴിയായിരുന്നു അത്. അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ? അതും ഒഴുകാത്ത സ്ഥലത്തു നിന്നും ഇതുപോലെ തുരന്നെടുത്ത മണ്ണാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. നമസ്കാരം, പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. തോട്ടപ്പള്ളിയിലെ ജനങ്ങൾ പറയുന്നു, കേരളത്തിന്റെ അമൂല്യമായ ധാതു സമ്പത്ത് ഉപയോഗപ്പെടുത്തുന്നത് CMRL. അവർ നേരിൽ കാണുന്നത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നു. കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്റെ കൺമുന്നിൽ നടക്കുന്ന ഈ കൊള്ള കരിമണൽ പോലെ കയ്യിൽ പുരളുന്നത് കാണുന്നില്ലേ? മകളുടെ കമ്പനിയും CMRLുമായുള്ള ഇടപാട് SFIO അന്വേഷിക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ സംസ്ഥാനത്തിന്റെ ധാതു സമ്പത്ത് CMRLിലേക്ക് ഒഴുകുമ്പോൾ രേഖകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, ശുദ്ധമായ കൈകളിൽ കരിമണൽ പുരണ്ടോ? പ്രൈം ഡിബേറ്റിൽ പൊതുപ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ ചെയർമാൻ കൂടിയായ S സുരേഷ് കുമാർ എന്നിവരാണ് ചേരുന്നത്. ഒപ്പം പരാതിക്കാരനായ ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. ആദ്യം ശ്രീ സുരേഷ് കുമാർ, ഏറ്റവും ഒടുവിലായിട്ട് മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം വന്നത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം അത് നിർത്തിവെക്കുകയില്ല, ഖനനത്തിനെതിരെ വന്നിരിക്കുന്നത് കരിമണൽ ലോബിയുടെ ആൾക്കാരാണ്, ഈ ഒരു പ്രതികരണമായിരുന്നു വന്നിരുന്നത്. അതുമാത്രമല്ല, കുട്ടനാടിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഖനനം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ പൊടുന്നനെ ഇപ്പോൾ ഖനനം തോട്ടപ്പള്ളിയിൽ നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. അതെന്തുകൊണ്ട്? ഇതുവരെ 4 വർഷമായിട്ട് നിങ്ങൾ സമരരംഗത്തായിരുന്നിട്ടും സർക്കാർ അനങ്ങാതിരുന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ എന്താണെന്നാണ് കരുതുന്നത്? ശ്രീ സുരേഷ് കുമാർ. സാർ, ഇന്നത്തെ ഒരു പുതിയ വാർത്ത, ഈ അവിടെയുള്ള ഒരു യോങ്ഷോങ് കമ്പനിയുടെ ഡ്രഡ്ജർ അവരിപ്പോൾ കരയിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതും ഈ അനുമതിയില്ലാതെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഹെവി ഡ്രഡ്ജറാണത്. ഈ ഡ്രഡ്ജറിലെ അതിന് 1 മണിക്കൂറിൽ ഏതാണ്ട് 2000 മുതൽ 4000 ക്യൂബിക് മീറ്റർ വരെ മണൽ വലിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട്. അത് ഇങ്ങനെ ഒരു ഡ്രഡ്ജർ ഇല്ല എന്നാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. ഒരു സ്പൈറൽ യൂണിറ്റ് തോട്ടപ്പള്ളിയിൽ ഇല്ല എന്നും കൊടുത്തിട്ടുണ്ട്. സത്യവിരുദ്ധമായ ഈ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ എഴുതി കൊടുക്കുക എന്ന് പറയുന്ന ഈ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനുള്ള ധൈര്യം ആര് കൊടുത്തു എന്നുള്ളതാണ്. സുരേഷ് കുമാർ, ഇപ്പോൾ കാര്യങ്ങൾ കൂടുതലായിട്ട് വ്യക്തമായി വരികയാണല്ലോ. ഈ മാസപ്പടി വിവാദം പുറത്തു വന്നതിന് ശേഷം, ഇതേക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വന്നതിന് ശേഷം അതുവരെ അനങ്ങാതിരുന്നവർ ഇപ്പോൾ വീണ്ടും വിചാരത്തിന് തയ്യാറായി വരികയാണ്. കാരണം ഇനി കൂടുതൽ അബദ്ധത്തിലേക്ക് ഇത് ചാടുമോ, ഇത് കോടതി നടപടികളിലേക്ക് പോകുമോ, SFIയുടെ അന്വേഷണം വരുന്നു, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണോ ഇപ്പോൾ ഈ എടിപെടി എന്നുള്ള ഈ പ്രവർത്തനങ്ങൾ? ഇതിനു മുൻപ് ഒരു കാരണവശാലും നിർത്തിവെക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ CMRLിനാണ് ഈ കരിമണൽ പോകുന്നത് എന്ന് നിങ്ങൾ ആവർത്തിച്ച് അവിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. KMMLിലേക്ക് പോകുന്ന കരിമണൽ അത് ഇൽമനേറ്റ് ആവശ്യമായി വരുന്ന CMRL എന്ന സ്വകാര്യ കമ്പനിക്ക് കിട്ടുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഈ ഡ്രഡ്ജറൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. ഈ മാസപ്പടി എന്തിനായിരുന്നു എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുമ്പോൾ അത് CMRLന് കരിമണൽ നൽകുന്നതിന് പകരമായിട്ടാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നതും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമല്ല ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ കാണുന്നത്.
അതെ അതെ സാർ, ശരിക്കും പറഞ്ഞാൽ എക്കോളജിക്കലി ഈ സെൻസിറ്റീവായ ഏഷ്യയിലെ ഒരു സ്ഥലമാണ് ഈ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശം. അവിടെ എങ്ങനെയാണ് മണൽ വാരേണ്ടതെന്ന്, ആ എസ്റ്റുറിയിൽ നിന്ന് മണൽ വാരേണ്ടത് എങ്ങനെയാണെന്ന് സുപ്രീം കോടതിയിൽ സെൻട്രൽ എൻവയോൺമെന്റ് മിനിസ്ട്രി അവിടെ അതിനൊരു ഡയറക്ഷൻ സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ എക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഈ സ്ഥലത്തുനിന്ന് മണൽ വാരണമെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ കമ്മ്യൂണിറ്റി, അവിടെയുള്ള ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഡെങ്കി വള്ളത്തിൽ വന്നിട്ട് കൊട്ടയിൽ മണ്ണ് വാരി നീക്കണം. കാരണം ഇതൊരു ബ്രീഡിംഗ് ഏരിയയാണ്. പല മത്സ്യങ്ങളും അവിടെ വന്ന് മുട്ടയിടുകയും അതുപോലെ തന്നെയുള്ള അതിൻ്റെ പ്രജനന ഏരിയയാണ്. ആ പ്രജനന ഏരിയയിൽ എങ്ങനെ മണ്ണ് വാരണമെന്ന് കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്. അത് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് 1954 കുട്ടനാട് ഡെവലപ്മെന്റ് സ്കീമിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇവിടെ തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ സംഭവിച്ചത് നമുക്കറിയാം. 54 മുതൽ ഇതൊരു പൊഴിമുഖമാണ്. തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു പൊഴിമുഖമാണ്. ആ സ്പിൽവേ എന്ന് പറയുന്നത്, കുട്ടനാട് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. 2.5 മീറ്റർ മുതൽ 3 മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്നും താഴെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് വെള്ളം പടിഞ്ഞാട്ട് ഒഴുകണമെന്നുണ്ടെങ്കിൽ വെള്ളം ഉയർന്നു വരണം. വെള്ളം ഉയർന്നു വരാതെ ഇവിടെ തുറന്നു വെച്ചാൽ ഇവിടെ സംഭവിച്ചത് കടലിൽ നിന്നും വെള്ളം കയറിയിട്ട് അവിടെ 7-ാം നമ്പർ ഷട്ടർ അവിടെ നിന്ന് ഇളകി കുട്ടനാട്ടിൽ ചെന്നു. എന്നും 12-ാം നമ്പർ ഷട്ടർ, 15-ാം നമ്പർ ഷട്ടർ എല്ലാം പോയി കിടക്കുകയാണ്. ഈ പടിഞ്ഞാറുന്ന് വെള്ളം കയറിയിട്ട് ഏതാണ്ട് 7500 ഹെക്ടറിൽ കഴിഞ്ഞ വർഷം കൃഷി ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്. ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇവിടെ 2.5 ലക്ഷത്തോളം മെട്രിക് ടൺ കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി KMML-നും IRA-യ്ക്കുമായിട്ട് കരാർ നൽകുന്നു. പക്ഷേ അവിടെ എന്താണ് ഒരു കണക്കെന്ന് 54 ലക്ഷം മെട്രിക് ടൺ മണൽ ഇതിനകം കൊണ്ടുപോയി എന്ന് നിങ്ങളുടെ ഒരു ഏകദേശ കണക്കുമുണ്ട്. ഇത് CMRL-ന് നൽകുന്നു എന്ന് സ്ഥാപിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഈ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ മാത്രം ഉയരുന്ന ഒരു കാര്യമായി മാറുകയാണോ ശ്രീ സുരേഷ് കുമാർ? അതിന് വ്യക്തമായ തെളിവുകൾ നിങ്ങളുടെ കൈവശമുണ്ടോ? സാറേ, ഇത് വെറുതെ പറയുന്നതല്ല. കാരണം 2,37,000 ക്യൂബിക് മീറ്റർ മണൽ ഇവിടുന്ന് എടുക്കാൻ മാത്രമേ അനുമതി കൊടുത്തിട്ടുള്ളെന്ന് ഞാൻ വിവരാവകാശം കൊടുത്തപ്പോൾ എഴുതി തന്നാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖയുണ്ട്. പക്ഷേ നമ്മൾ വീണ്ടും ഇപ്പം എത്ര മണ്ണെടുത്തു എന്ന് ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് 1.25 ലക്ഷം ആയുള്ളൂ, 2 ലക്ഷം ആയുള്ളൂ, ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. ഇങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ലോകായുക്തിൽ നമ്മൾ ഇവരുടെ ഒരു സത്യവാങ്മൂലം ചോദിച്ചപ്പോൾ അവിടെ 5.81 ലക്ഷം ക്യൂബിക് മീറ്റർ മണലെടുത്തു എന്ന് അവരവിടെ സമ്മതിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കണക്കുകൂട്ടൽ ഒരു ലോറിയിൽ 20 ടൺ അങ്ങനെ നമ്മൾ 300 ദിവസം, ഒരു വർഷം ഇവർ 300 ദിവസം മണലെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയപ്പോൾ 3 കൊല്ലം കൊണ്ട് 54 ലക്ഷം മെട്രിക് ടൺ മണലാണ് ഇവർ കൊണ്ടുപോയത്. ചുമ്മാതെ പറയുവാണോ എന്ന് ചോദിച്ചില്ലേ? ഇവിടെ ഇ-വേ ബില്ല് GSTയുടെ ഇ-വേ ബില്ല് പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായ ചില രേഖകൾ മനസ്സിലാകും. കാരണം ഈ തോട്ടപ്പള്ളി ഈ പൊഴിമുഖത്ത് മണലെടുക്കാൻ വേണ്ടി കൊടുത്തത് KMML-നാണ്. ഈ KMML-ന് മണലെടുക്കാൻ കൊടുത്ത സ്ഥലത്ത് അവർക്ക് ആവശ്യത്തിന് മണൽ വേണമല്ലോ. പക്ഷെ അവർ IREL-നെ അവിടെ കൊണ്ടുവരികയാണ്. എന്നിട്ട് 50-50 പകുതി IREL എടുക്കണം, പകുതി KMML എടുക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ആ കണ്ടീഷനിൽ അവർ എഴുതി വച്ചിരിക്കുന്നു, ഈ IREL-ന് കൊടുക്കുന്ന മണലിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ഇൽമനൈറ്റും KMML-ന് തരണം എന്നാണ് അവരുടെ എഗ്രിമെന്റ്. പക്ഷേ ഇവിടുന്ന് മണലെടുത്തിട്ട്
ആ ഇൽമനൈറ്റിന്റെ അതായത് ഒരു മാസം ഏതാണ്ട് 100 ലോഡ് വരെ CMRL-ന് IREL വഴി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് IREL-ൽ അവിടെ കൊടുത്തിട്ട് അവിടുന്ന് CMRL-ന് കൊടുത്തിട്ട് CMRL-നെ കൊണ്ട് സിന്തറ്റിക് റൂട്ടേൽ ഉണ്ടാക്കിയിട്ട് ജപ്പാനിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ വിദേശ UAE-ൽ കൊടുക്കുന്ന വിലയ്ക്ക് ആരെടുക്കുന്നു? KMML എടുക്കുന്നു. ശരി, ഇത് വിചിത്രമായ ഒരു കാര്യമാണ് ഈ സംഭവിച്ചത്. വിചിത്രമായ ഒരു കാര്യമാണ് ശ്രീ ഹസ്കർ ഇവിടെ സംഭവിച്ചത്. 2 പൊതുമേഖലാ സ്ഥാപനങ്ങളെ മറയാക്കി, അതായത് KMML എന്ന സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തെയും IREL എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തെയും മറയാക്കിക്കൊണ്ട് നടത്തിയ ഒരു വൻ കൊള്ള. അതിൻ്റെ ലാഭം ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമല്ല കിട്ടുന്നത്, സംസ്ഥാന സർക്കാരിനല്ല ലാഭം കിട്ടുന്നത്. അതിൻ്റെ ലാഭം കിട്ടുന്നതെന്നല്ല, ലാഭം കിട്ടിയത് CMRL എന്ന സ്വകാര്യ കമ്പനിക്കാണ്. അതിനെ പൊതു സ്വകാര്യ സംയുക്ത സംരംഭം എന്നും പറയാം. കാരണം KSIDCയുടെ 14% ഓഹരി CMRL ഉണ്ടല്ലോ. സുരേഷ് കുമാർ പറഞ്ഞ കാര്യം ശരിയാണ്. ഈ 2 സ്ഥാപനങ്ങളുടെയും KMML-ന്റെയും CMRL-ന്റെയും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിന്തറ്റിക് റൂട്ടയിലാണ്. അതുണ്ടാക്കുന്നതിന് വേണ്ടി കരിമണലിൽ നിന്ന് കിട്ടുന്ന ഇൽമനൈറ്റ് വേണം. ഇത് അതിവിചിത്രമായ കാര്യം എന്ന് പറയുന്നത്, തോട്ടപ്പള്ളിയിൽ നിന്ന് എടുത്ത കരിമണൽ അത് IRE വഴി CMRL-ന് കിട്ടുന്നു അനധികൃതമായിട്ട്. തെളിഞ്ഞ കാര്യം തന്നെയാണത്. എന്നിട്ട് അതിൽ നിന്ന് ഇൽമനൈറ്റ് ഉണ്ടാക്കി, ആ ഇൽമനൈറ്റ് കൊണ്ട് സിന്തറ്റിക് റൂട്ടയിൽ ഉണ്ടാക്കി, ആ സിന്തറ്റിക് റൂട്ടയിൽ KMML-ന് കൊടുക്കുന്നു, KMML-ന് വിൽക്കുന്നു. അപ്പോൾ KMML-ന്റെ ജോലി എന്താണ്? അവർക്ക് കിട്ടുന്ന കരിമണൽ ഉപയോഗിച്ച് അവർക്ക് ഖനനം ചെയ്യാൻ അനുമതിയുണ്ട്. അതിൽ നിന്ന് ഇൽമനൈറ്റ് എടുത്ത് സിന്തറ്റിക് റൂട്ടയിൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവുള്ള ഒരു കമ്പനിയാണ് KMML. അവരുടെ ഉൽപ്പാദന ശേഷി പൂർണ്ണമായിട്ടും വിനിയോഗിക്കാതെയാണ് ഈ കള്ളക്കളിയെല്ലാം നടത്തുന്നത്. അപ്പോൾ CMRL-നെ ഏത് വിധേനയൊക്കെ സഹായിച്ചു. അവർക്ക് വിദേശത്ത് നിന്ന്, ജപ്പാനിൽ നിന്നോ UAE-ൽ നിന്നോ ഇൽമനൈറ്റ് കൊണ്ടുവരേണ്ട ആവശ്യം അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് അവർക്ക് അത്രയും പണം കുറഞ്ഞു കിട്ടി. കാരണം സംസ്ഥാനത്തെ ധാതു സമ്പത്ത് നേരെ കിട്ടുന്നു CMRL-ന്. അവർക്ക് ആ സിന്തറ്റിക് റൂട്ടയിൽ ഉണ്ടാക്കി അത് പിന്നീട് KMML-ന് വിൽക്കാൻ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് ആർക്കും അറിയില്ല. മന്ത്രി P. രാജീവ് തന്നെ നിയമസഭയിൽ സമ്മതിക്കുകയാണ്, സിന്തറ്റിക് റൂട്ടയിൽ KMML എന്ന പൊതുമേഖലാ കമ്പനി, സംസ്ഥാന പൊതുമേഖലാ കമ്പനി CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഇതാരോട് സമാധാനം പറയും? ഇതിന് ആര് ഉത്തരം പറയും? ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതിൻ്റെ എല്ലാം പിന്നിൽ മറ്റൊരു കാര്യം കൂടി, മാസപ്പടി. മഞ്ജുഷേ, ഒരു അപസർപ്പക കഥയിലെ വിക്രമാത്മക രംഗങ്ങളെ അനുസ്മരിക്കുന്ന തരത്തിൽ വിചിത്രമായിട്ടുള്ള വാദമുഖങ്ങളാണ് നാം ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടത് വിചിത്രമാകുന്നു എന്നുള്ളത്, കരിമണൽ എന്നാൽ തൊട്ടാൽ പണം ലഭിക്കുന്ന, ഏതോ വലിയ തോതിൽ പണം കൊള്ളയടിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി നാം വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന വാദമുഖങ്ങൾ അതിലും വിചിത്രമായിട്ടാണ് തോന്നുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL-ഉം സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KMML-ഉം സംയുക്തമായി നടത്തുന്ന തോട്ടപ്പള്ളിയിലുള്ള ഖനനം, ആ ഖനനത്തെ സംബന്ധിച്ച് 2.37 ലക്ഷം മെട്രിക് ടൺ ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അനുമതിയുമായി അവർ നടത്തുന്ന ഖനന പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ CMRL-ന് അതുവഴി കോടികളുടെ ലാഭമുണ്ടാകുന്നു എന്ന തരത്തിൽ വിചിത്രവാദമാണ് ഉണ്ടാകുന്നത്. സിന്തറ്റിക് റൂട്ടയിൽ ഉൽപാദനം നടത്തുന്നത് CMRL സിന്തറ്റിക് റൂട്ടയിൽ ഉൽപാദനം നടത്തുന്നുണ്ട്. അവരുടെ ഒരു അസംസ്കൃത വസ്തു തന്നെയാണ് ഇൽമിനേറ്റ്. സ്വാഭാവികമായി സിന്തറ്റിക് റൂട്ടയിൽ ഉൽപാദനം നടത്തിയാൽ KMML പോലുള്ള സ്ഥാപനങ്ങൾക്ക് സിന്തറ്റിക് റൂട്ടയിൽ വിൽക്കുന്നതിന് ആവശ്യമായ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നാൽ അത് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന്, സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനുള്ള അനുമതി ഉണ്ട്. അത്തരത്തിൽ KMML വാങ്ങിയിട്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ലാഭക്കച്ചവടത്തിന്റെ ദുഷ്ടക്കണ്ണുകളോടുകൂടി നമുക്ക് അതിനെ കാണാനാവില്ല. ഇല്ല, കാണേണ്ടി വരും സാർ. അഡ്വക്കേറ്റ് BN ഹസ്കർ, 2012 KMML അവരുടെ പൂർണ്ണമായ ഈ ഉൽപാദന പ്രക്രിയയിലേക്ക് വന്നിരുന്നില്ല. അവരുടെ ശേഷിയുടെ ഏതാണ്ട് 54% ഉപയോഗപ്പെടുത്തിയത്. അത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഈ CMRL-ൽ നിന്ന് സിന്തറ്റിക് റൂട്ടിൽ വാങ്ങുന്ന കാര്യത്തിൽ അതിനേക്കാൾ കുറവായി മാറുന്നു. അത് മാത്രമല്ല, ആ സമയത്ത് അവർ കരിമണൽ കിട്ടുവാൻ ഒരു ബുദ്ധിമുട്ടും KMML ഇല്ലാത്ത കാലഘട്ടമാണ്. അതായത് അവർക്ക് തോട്ടപ്പള്ളിയിൽ നിന്ന് കൊണ്ടുപോകുന്ന കരിമണലുണ്ട്, അതുപയോഗിച്ച് സിന്തറ്റിക് റൂട്ടയിൽ ഉണ്ടാക്കാം. എന്നിട്ട് അത് ഉണ്ടാക്കാതെ അത് ആ മണലെടുത്ത് CMRL-ന് കൊടുത്തിട്ട് അവരെ കൊണ്ട് സിന്തറ്റിക് റൂട്ടയിൽ ഉണ്ടാക്കിച്ചിട്ട് അത് വാങ്ങുന്നു. ഇത് P. രാജീവ് നിയമസഭയിൽ സമ്മതിച്ച കാര്യമാണ്. ഈ 13/2/2024 AP അനിൽകുമാറും ഉമാ തോമസും റോജി M. ജോണും ഷാഫി പറമ്പിലും ചോദിച്ച ചോദ്യത്തിന് ചവറയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള മിനറൽസ്
ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML ഏതെങ്കിലും കാലഘട്ടത്തിൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും സിന്തറ്റിക് റൂട്ടെയിൽ വാങ്ങിയിട്ടുണ്ടോ? വിശദമാക്കാമോ? ഉണ്ട്. 2008 മുതലേ ഉണ്ട്. 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് സിന്തറ്റിക് റൂട്ടെയിൽ വാങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യമുണ്ട്. ഇൽമനേറ്റിൽ നിന്നും ഇരുമ്പ് വേർതിരിച്ച് സിന്തറ്റിക് റൂട്ടെയിൽ നിർമ്മിക്കുവാനുള്ള സാങ്കേതിക വിദ്യ KMML കമ്പനിയിൽ തന്നെ ഉണ്ടെന്നിരിക്കെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിൽ നിന്ന് സിന്തറ്റിക് റൂട്ടെയിൽ വാങ്ങിയ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കാമോ? കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന സിന്തറ്റിക് റൂട്ടെയിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിന് മതിയാകാതെ വന്ന സാഹചര്യത്തിലാണ് ടെൻഡർ വഴി പുറമേ നിന്ന് സിന്തറ്റിക് റൂട്ടെയിൽ വാങ്ങിയത്. ഈ KMML-ഉം CMRL-ഉം തമ്മിൽ, CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങേണ്ടത് ഏത് സാഹചര്യത്തിലാണെന്ന് രാജീവ് പറഞ്ഞ കാര്യമാണോ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? അഡ്വക്കേറ്റ് BN ഹസ്കർ. പി രാജീവ് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്താ സംശയവുമാണ് ബാക്കി നിൽക്കുന്നത്? വളരെ കൃത്യമായി അദ്ദേഹം അക്കാര്യത്തെ സംബന്ധിച്ച് തന്റെ നിലപാടും സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KMML നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സുതാര്യമായിട്ടല്ലേ പറയും. നമ്മളൊരു വിവരാവകാശമുള്ള ജനതയാണ്. സ്വാഭാവികമായും ഈ വിവരങ്ങൾ വിവരാവകാശം വഴി ചോദിച്ചാൽ നിശ്ചയമായും പൊതുമണ്ഡലത്തിലേക്ക് വരുന്നതാണ്. ഒന്നും ഒളിച്ചു വെക്കാൻ ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ 2.34 ലക്ഷം ക്യൂബിക് മീറ്റർ കരിമണൽ ഖനനം ചെയ്യുവാനുള്ള അനുമതി കൊടുത്ത സ്ഥലത്ത് തീരാതെ 54 ലക്ഷത്തിൽ വന്നെത്തി നിന്നത് എങ്ങനെയാണ്? അത് തീർന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത് എങ്ങനെയാണ്? ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ടല്ല. ഈ മാസപ്പടി വിവാദം പുറത്തായി ഇത് വല്ലാതെ ഈ പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കുന്നു എന്ന തോന്നലുണ്ടായതുകൊണ്ടും ഈ അന്വേഷണങ്ങൾ വരുന്നുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവിലുമാണ് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ അമൂല്യമായ ധാതു സമ്പത്ത് ഇത് സംസ്ഥാനത്തിന് വേണ്ടി വിനിയോഗിച്ചില്ല. അത് ലാഭം കൂടുതൽ കിട്ടിയത് CMRL-നാണ്, സംശയമില്ലല്ലോ. CMRL നഷ്ടത്തിലായിരുന്നു എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് നൽകിയ മെമ്മോറാണ്ടത്തിൽ CMRL തന്നെ വ്യക്തമാക്കിയതാണ്. അതിനവരുള്ള നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വെച്ചിരുന്നു, എങ്ങനെയൊക്കെ സംസ്ഥാന സർക്കാർ സഹായിക്കണമെന്ന്. ആ നിർദ്ദേശങ്ങൾ, ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി സംസ്ഥാന സർക്കാർ നടപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള വഴിയും സർക്കാർ തിരഞ്ഞെടുത്തു. അതാണ് KMML IRE CMRL നെക്സസ്. അവിടെ ഇരയായത് തോട്ടപ്പള്ളി. കുട്ടനാടിനെ രക്ഷിക്കാൻ എന്ന ഭാവേന നടത്തിയ ഒരു ഒത്തുകളി, അത്രയേ ഉള്ളൂ. ജനങ്ങൾ പറയുന്നു അതുകൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല ജനങ്ങൾക്കെന്ന്. അവിടെ സ്പിൽവേ ക്ലിയർ ചെയ്ത് വെള്ളം കൃത്യമായിട്ട് ഒഴുകിപ്പോകണമെങ്കിൽ, കടലിലേക്ക് ഒഴുകിപ്പോകണമെങ്കിൽ ഈ രീതിയിലുള്ള മാർഗമല്ല അവലംബിക്കേണ്ടത്. അങ്ങനെയല്ല സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയല്ല IIT പറഞ്ഞിരിക്കുന്നത്. മുകളിൽ തണ്ണീർമുക്കം ബണ്ടുണ്ട്, അവിടെ എന്താണ് ക്ലിയറൻസ് നടത്താത്തത്? ഇതൊന്നും നടത്താതെ എവിടെ കരിമണലുണ്ടോ അത് വാരിക്കോളൂ, അതായത് മണൽ നീക്കം ചെയ്യുന്നു എന്ന രൂപേണ. മഞ്ജുഷ, സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും അതുപോലെ IIT മദ്രാസ് നടത്തിയുള്ള സംയുക്ത പഠനത്തിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്, സ്വാഭാവികമായും ഡിസാസ്റ്റർ മാനേജ്മെന്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തോട്ടപ്പള്ളിയിൽ ഖനനാനുമതി നൽകുന്നത്. അപ്പോൾ അതൊരു ശാസ്ത്രീയ പഠനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കുട്ടനാടിനെ രക്ഷിക്കുക എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യം, കൃഷിയെ നിലനിർത്തുക എന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രതിബദ്ധതയാണ് ഇക്കാര്യത്തിൽ തോട്ടപ്പള്ളിയിൽ നടത്തിയിട്ടുള്ള ഖനനവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ കണക്കുകളെ സംബന്ധിച്ച് ഇപ്പോൾ 5.87 ലക്ഷം ടൺ ഖനനം നടത്തിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലൊക്കെ തന്നെ ഇപ്പോൾ കണക്കുകൾ വരുന്നു. ഏതെങ്കിലും അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഖനനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പരിശോധിക്കാനും അതിന്മേൽ നടപടിയെടുക്കുന്നതിനുള്ള അധികാരം ഇക്കാര്യത്തിലുണ്ട്. ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനവും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമാണ് അവിടെ ഖനനം നടത്തിയിട്ടുള്ളത്. ആ ഖനനം ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ലാഭമുണ്ടാക്കുന്ന തരത്തിൽ ഖനനാനുമതി നൽകിയിട്ടില്ല എന്നുള്ള വസ്തുത. മാത്രമല്ല, ഇത് പ്രാദേശിക സമിതിയുടെ മേൽനോട്ടത്തിൽ ഖനനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുക്കുകയും അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരികയുമാണ്. മാത്രമല്ല, ഖനനം ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ ഖനനം കഴിഞ്ഞതിന് ശേഷം അത് റീഫിൽ ചെയ്യുന്നതിനുള്ള നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഖനനം വളരെ സുഗമമായി നടത്തിക്കൊണ്ടുപോകും. ഒന്നും എടുത്തിട്ടില്ല അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇതൊക്കെ വാക്കുകളിലും കരാറുകളിലും ഒതുങ്ങി നിൽക്കുകയാണ്, അതൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ന്യൂസ് 18 സംഘം അവിടെ തോട്ടപ്പള്ളിയിൽ പോയി ഇത് നേരിട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. അല്പസമയത്തിന് കഴിഞ്ഞാൽ സുരേഷിനോട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് ചോദിക്കാം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ അഡ്വക്കേറ്റ് BN ഹസ്കർ പറയുന്നത് പി രാജീവ് നിയമസഭയിൽ പറഞ്ഞത് അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്, അതിലൊരു കുഴപ്പവും ഇല്ല എന്നാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. എന്താണ് CMRL-ഉം KMML-ഉം തമ്മിലുള്ള ഇടപാട് എന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് എന്തായാലും ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. ഈ തോട്ടപ്പള്ളി കൂടി വന്നതോടുകൂടി, തോട്ടപ്പള്ളിയിൽ കഴിഞ്ഞ 4 വർഷം ഇതൊക്കെ നടന്ന് അവർ എത്രയോ സമരങ്ങൾ അവിടെ നടത്തി. പക്ഷേ അന്നൊന്നും ആരും തിരിഞ്ഞു നോക്കിയില്ല.
ഈ സർക്കാരൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അത് മാത്രമല്ല, അവർ കരിമണൽ മാഫിയയുടെ ആളുകളാണെന്ന് EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും തോട്ടപ്പള്ളിയിലെ ഖനനം നിർത്തിവെക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അത് കുട്ടനാടിനെ രക്ഷിക്കാനാണെന്ന്. ഇപ്പോൾ ഇതൊക്കെ പുറത്തു വന്നതുകൊണ്ടല്ലേ പൊടുന്നനെ നിർത്തിവെച്ചിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്കാണെങ്കിലും? അപ്പോൾ ഈ രേഖകൾ പേടിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ അന്വേഷണം വരുമെന്നുള്ളൊരു തോന്നലെങ്കിലും തീർച്ചയായിട്ടും ഇത് വളരെ സവിശേഷമായ ഒരു സാഹചര്യമാണ്. ഒരുപാട് കാലം കൊള്ള നടത്തുമ്പോൾ ഇടയ്ക്കെങ്കിലും പിടിക്കപ്പെടും എന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പം നേരത്തെ എൻ്റെ സുഹൃത്ത് BN അക്സർ പറഞ്ഞൊരു കാര്യം, ശാസ്ത്രീയമായ പഠനം. അങ്ങക്ക് അറിയാമോ എന്നാണ് സ്വാമിനാഥൻ റിപ്പോർട്ട് വന്നതെന്ന്? എന്നാണ് IIT പഠിച്ചതെന്ന്? എന്നാണ് ഇതിന് തീരുമാനം എടുത്തതെന്ന്? സ്വാമിനാഥൻ പഠിച്ചത് 2007 സ്വാമിനാഥൻ റിപ്പോർട്ട് വന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാനതിൻ്റെ പേരിൽ വിവരാവകാശം കൊടുക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത് IITയുടെ പഠനത്തിൽ കുട്ടനാടിൻ്റെ ഫ്ലഡുമായി ബന്ധപ്പെട്ട് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചാനലുകൾ ഒരുപക്ഷെ സുരേഷ് എന്നേക്കാൾ നന്നായി പറയും. പമ്പയിൽ നിന്നും അച്ചൻകോവിൽ നിന്നും ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് വെള്ളം എത്തണമല്ലോ. ഇനി രണ്ടാമത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ ഒന്ന് തുറക്കണമല്ലോ. അത് തുറക്കണമെങ്കിൽ ഞാനോ അക്സറോ ഇവിടുത്തെ യന്ത്രങ്ങളോ വിചാരിച്ചാൽ പോരാ, JCB വേണം അത് തുറക്കാൻ. പ്രളയം ഉണ്ടായപ്പോൾ പോലും അത് തുറക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അത് ഓപ്പറേറ്റിംഗ് അല്ല. എത്രയോ ഷട്ടറുകൾ ഓപ്പറേറ്റിംഗ് അല്ല. ചിലത് സ്ഥിരം തുറന്നു കിടക്കും, ചിലത് സ്ഥിരം അടഞ്ഞു കിടക്കും. അത് ഞാൻ അതിൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല, ഒരുപക്ഷെ സുരേഷ് പറയും. അതിൻ്റെ താഴെ മണലെടുക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പറയുന്നു എന്ന് പറയുമ്പോൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കൊണ്ടുവന്ന ഒറ്റ കാര്യത്തിനാണ്, പെർമിഷൻ ഇല്ലാതിരിക്കാൻ. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ കോടതി ഇതിൻ്റെ നിയമങ്ങൾ എന്താ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാരണമെങ്കിൽ അവിടെ ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണിക്കുന്ന JCB കൊണ്ടും വലിയ യന്ത്രസാമഗ്രികൾ കൊണ്ടും മണൽ വാരാമോ? മണൽ വാരാൻ പാടില്ല എന്ന് ഈ രാജ്യത്ത് നിയമമുണ്ട്. തീരദേശ സംരക്ഷണ നിയമമുണ്ട്. ആ നിയമങ്ങളൊക്കെ ലംഘിച്ച് അവിടെ വലിയ യന്ത്രസാമഗ്രികൾ കൊണ്ടുവന്ന് നൂറുകണക്കിന് ലോറി മണൽ കൊണ്ടുപോകുന്നു. ഒന്നാമത്തെ കാര്യം. ഇനി KMML-ഉം CMRL-ഉം തമ്മിലുള്ള കാര്യം നോക്കൂ. ഇത്രയും കാലം നമുക്ക് ഒരൊറ്റ വിവരം പറഞ്ഞാൽ മതി. എത്ര മണൽ KMML-ന് കിട്ടി ഈ തോട്ടപ്പള്ളിയിൽ നിന്ന്? എത്ര മണൽ IREക്ക് കിട്ടി? അവർ ആലപ്പാട് ഖനനം നടത്തുന്നുണ്ട് കേട്ടോ. ഇത് അവർ ആലപ്പാട് ഖനനം നടത്തി അവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ആലപ്പുഴയിലെ ഖനനം പാടില്ല എന്ന് വേണമെന്ന് പറയുകയും അതിനെതിരായി സഖാവ് MA ബേബി അടക്കം ശ്രീ VM സുധീരനടക്കം ഈ പാവപ്പെട്ട ഞാനടക്കം നിന്ന് 2007 വലിയ ചെങ്ങല പിടിച്ചത്, മനുഷ്യ ചെങ്ങല. ഇതേ ആറാട്ടുപുഴ തോട്ടപ്പള്ളി മുതൽ തൃക്കുന്നപ്പുഴ തീരത്ത് ഇവിടെ ഒരു തരി മണൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞു പിടിച്ചു. അത് കഴിഞ്ഞു. അതിനെതിരെ പറഞ്ഞു അത് സ്വകാര്യ മേഖലയ്ക്ക് പാടില്ല എന്നല്ല നമ്മൾ വാദിച്ചത്. സ്വകാര്യ മേഖല വേണ്ട. അതിനിടയ്ക്ക് സൂത്രപ്പണി സംയുക്ത മേഖല എന്ന് കൊണ്ടുവന്നു. അതെന്തിനാ സംയുക്ത മേഖല എന്ന് കൊണ്ടുവന്നത്? CMRL-ന് വേണ്ടിയാണ്. കുറച്ച് ഷെയർ KSIDCക്ക് ഉണ്ട്, അതുകൊണ്ട് സംയുക്ത മേഖലയ്ക്കാവാം. അതൊന്നും പറ്റില്ല. ആലപ്പുഴ തീരത്ത് കരിമണൽ ഖനനം പാടില്ല എന്ന് സഖാവ് MA ബേബിയോട് ഇപ്പോൾ വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹത്തിന് സത്യസന്ധനാണ് ഇപ്പോൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്, അതിൻ്റെ പ്രസ്താവനകളുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതിൽ പങ്കെടുത്ത ഒരാൾ. അതിനുശേഷം 4 വർഷമായി അവിടെ ഖനനം നടക്കുന്നു. ഈ 4 വർഷമായി അവിടെ ഖനനം നടക്കുന്നു. ഖനനം പാടില്ല. ശരിക്കും ഖനനത്തിന് പെർമിഷൻ വേണം. മണൽ നീക്കലാണ് വേണ്ടത്. ഇവിടെ ചെയ്തത് എന്താ? വലിയ തോതിൽ വലിയ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് ഈ മണൽ അവിടെ നിന്ന് കൊണ്ടുപോയി. ഈ മണൽ എവിടെ കൊണ്ടുപോയി എന്ന് ആർക്കെങ്കിലും കണക്കുണ്ടോ? ഞാനൊരു വിവരാവകാശം വെച്ചു. അങ്ങ് പറഞ്ഞല്ലോ വിവരാവകാശം. എത്ര മണൽ KMML-ന് ഇവിടെ നിന്ന് കിട്ടി, ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് കിട്ടി, ഏതൊക്കെ വർഷം കിട്ടി, എത്ര CMRL സിന്തറ്റിക് റൂട്ടയിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചു? അതുപോലെ തന്നെ CMRL-ന്റെ വിവരാവകാശം കിട്ടാൻ എനിക്ക് വഴിയില്ല. ബഹുമാനപ്പെട്ട ഹക്സർ മന്ത്രിയോട് പറഞ്ഞിട്ട് CMRL-ന് എത്ര മണൽ കിട്ടി, എത്ര റൂട്ടയിൽ ഉണ്ടാക്കി, 155 കോടി രൂപ ഒരു വർഷം കൈക്കൂലി കൊടുക്കാൻ തക്കവണ്ണം ലാഭമുണ്ടായി എന്ന് ആദായ നികുതി വകുപ്പിന് എഴുതി കൊടുത്ത ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2016-ൽ ഞങ്ങൾക്ക് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നല്ലാണ്ട് പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനില്ല, ഞങ്ങൾക്ക് സ്വകാര്യ മേഖലയ്ക്ക് ഖനനം തന്നെ. അതിൻ്റെ ഒരുപാട് ചരിത്രമുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൽ എല്ലാ കക്ഷികളും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും മാസപ്പടി കിട്ടിയത്. പ്രതിപക്ഷം മിണ്ടാതിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തന്നെ നമ്മളീ പറയുന്ന ISB റിപ്പോർട്ട് തന്നെ കഴിഞ്ഞ ജൂണിൽ വന്നതാണ്, ഒരു നടപടി ഉണ്ടായില്ല. ROC റിപ്പോർട്ട് പിന്നെ വന്നതാണ്, അപ്പോഴും നടപടി ഉണ്ടായില്ല. മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും അത് വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയാവുകയും ചെയ്തപ്പോഴാണ് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ വേറൊരു രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു കരിമണലും ഇവർക്ക് പോയിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് CMRL-ന്റെ ഉൽപ്പാദനം കൂടുകയും KMML-ന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്തത് എന്നതിനൊരു വിശദീകരണം വേണ്ടേ? ഇതേ രാജീവ് തന്നെ കുറച്ചു കാലം മുമ്പ് വേറെ റിപ്പോർട്ട് 30/1/2020
24 ശ്രീ CR മഹേഷിൻ്റെ ചോദ്യത്തിന് വേറൊരു മറുപടി കൊടുക്കുന്നുണ്ട്. KMML-ൽ നിന്ന് KMML CMR-ൽ നിന്ന് റൂട്ടയിൽ വാങ്ങുന്നില്ല. തത്വത്തിൽ ശരി, അപ്പോൾ വാങ്ങുന്നില്ല എന്നത് മാത്രമാണ് ശരി. അതിന് മുമ്പ് എത്ര കാലം വാങ്ങിയിരുന്നു എന്ന ചോദ്യത്തിന് പിന്നീടാണ് മറുപടി വന്നത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ കരിമണൽ ഇവർക്ക് പോകുന്നു, ഈ IREക്കും KMML-നും പോകുന്നു. പക്ഷേ CMR-ൻ്റെ തന്നെയാണ് റൂട്ടയിൽ ഉൽപ്പാദനം നടക്കുന്നത്. ഇതെങ്ങനെയാണ്? ഇതിൻ്റെ കള്ളക്കണക്കൊക്കെ അവിടെ നാട്ടുകാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഈ അവിടെ സമരം നടത്തുന്നവരെ കരിമണൽ കള്ളക്കടത്തുകാരെന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് പോലീസില്ലേ? ഏതെങ്കിലും ഒരു ലോറി ആലപ്പാട്ട് സമരക്കാർ പിടിച്ചു കൊടുത്തതല്ലാതെ ഒരു ലോറിക്കെതിരെ ഇവിടെ നിന്ന് കരിമണൽ പോയതിന് കേസ് എടുത്തിട്ടുണ്ടോ? ഒരു കേസ് എടുത്തിട്ടില്ല. ഇന്ന് വരെ ഒരു കേസില്ല. ഒരു ഭരണകാലത്തും ഉണ്ടായിട്ടില്ല ഒരു കേസും. അപ്പോൾ പ്രശ്നം എന്താ? ഈ കള്ളക്കടത്ത് ആരാ കള്ളക്കടത്ത്? നമ്മൾ തീപ്പെട്ടിയിൽ പോക്കറ്റിലാക്കി സഞ്ചിയിലാക്കി കൊണ്ടിരുന്നല്ലോ. ലക്ഷക്കണക്കിന് ടൺ കരിമണലാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. അത് കള്ളക്കടത്തല്ല, നല്ല കടത്ത് തന്നെയാണ്. അവിടെ നിന്ന് കടത്തുക, നേരെ ഹൈവേയിലേക്ക് കയറുക, വലത്തോട്ട് പോകേണ്ടതിന് പകരം ലോറി നേരെ ഇടത്തോട്ട് പോകും. ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ എറണാകുളം ദിശയിലേക്ക് പോകും, ഞങ്ങളുടെ പെരിയാറിൽ വരും. പിന്നെ പെരിയാർ മലിനാക്കുന്നത് കഴിഞ്ഞ 20 കൊല്ലമായി പെരിയാറിൻ്റെ മലിനീകരണവും CMR-ലും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കർത്ത എന്ന് പറയുന്ന CMR-ൻ്റെ ആൾക്ക് എത്ര വലിയ എഫിഷ്യൻസിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദറിലുമായിരുന്ന ഒരു മുൻ മന്ത്രി, അദ്ദേഹം ഇപ്പോൾ ചാലക്കുടി സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു, എനിക്കറിയില്ല, വാർത്തയാണ്. എന്തായാലും ഞാൻ പറയുന്നത് കൃത്യമായും ഈ കൊള്ളയിൽ, പെരിയാറിൻ്റെയും തീരത്തിൻ്റെയും കൊള്ളയിൽ സമരം ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് കുറേ കൊല്ലമായിട്ട് ഞങ്ങളൊക്കെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരറിവല്ല, പക്ഷേ പൊതുസമൂഹത്തിന് ഇത് പുതിയൊരറിവാണ്. ഇപ്പോൾ മഞ്ജുഷേ, അതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. പൊതുസമൂഹം കോവിഡ് കാലത്ത് കോവിഡ് നിയമം ലംഘിച്ചതിനടക്കം കേസെടുത്തിട്ടുണ്ട് സമരക്കാർക്കെതിരെ. സുരേഷ് പറയും, അവിടെ ചിലരെ ഒരു മുൻ തഹസിൽദാരെ തല്ലി എല്ലോടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തിന്? ഈ മണൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ. ശരി, മണൽ ഇവിടുന്ന് കൊണ്ടുപോയി അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനല്ല, അത് CMR-ലേക്ക് എത്തിക്കാൻ വേണ്ടി, അതിന് തടസ്സം നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, രാജീവ് മന്ത്രി പറയുകയാണ് സിന്തറ്റിക് റൂട്ടയിൽ KMML CMR-ൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന്. വാങ്ങുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇനി അറിയേണ്ടത് എത്ര വാങ്ങിയിട്ടുണ്ട് എന്ന് അറിയണമല്ലോ. അതോടൊപ്പം തന്നെ എത്ര കരിമണൽ, എത്ര ലോഡ് കരിമണൽ, എത്ര ടൺ കരിമണൽ CMR-ലേക്ക് പോയിട്ടുണ്ട് എന്നും ഇതറിഞ്ഞു കഴിഞ്ഞാൽ മതിയല്ലോ. അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, അല്ലേ ശ്രീ ഷോൺ ജോർജ്? അതിന് ഏതെങ്കിലും ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ആരാന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ ശ്രീ CR നീലകണ്ഠനാണ് സംസാരിച്ചത്. സാറിന് കുറെ ഒക്കെ ഈ വിഷയത്തിൽ നല്ല രീതിയിൽ ഫോളോ അപ്പ് നടത്തിയൊരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ പറയട്ടെ, 2023 ഡിസംബർ മാസം 18-ാം തീയതിയാണ് ഖനനം നിർത്തിവെക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ജിയോയിൽ ഇതുമായി ഖനനം നടത്താൻ 2019 തീരുമാനമെടുക്കുന്ന ജിയോയിൽ ഇത് കരിമണലാണെന്നും എന്നാൽ ഇത് വാരിക്കൂട്ടുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സാധാരണ ഓർഡറിന്മേലാണെന്നും ഇതിന്മേൽ ഈ കരിമണൽ ആണെങ്കിൽ ഇതിന്റെ വാല്യുവേഷൻ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് വാല്യുവേഷൻ എടുത്ത് ഇതിന്റെ ഒരു അസസ്മെന്റ് നടത്തേണ്ടതാണെന്നും ആ ജിയോയ്ക്കകത്തുണ്ട്. പിന്നീട് തന്നെ അതിന്റെ ഡീറ്റെയിലിൽ വരുമ്പോഴത്തേനും അസസ്മെന്റ് നടത്താൻ പറഞ്ഞ ഏജൻസികൾ അസസ്മെന്റ് നടത്താത്തത് കൊണ്ട് KMML പറഞ്ഞ റേറ്റിൽ, KMML-ഉം KSIDC പറഞ്ഞ റേറ്റിൽ അത് ഉറപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു 30,000 രൂപ ഒരു മെട്രിക് ടണ്ണിന് വിലയുള്ള സാധനം 464 രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പൊ CR സാറ് പറഞ്ഞൊരു കാര്യം, ഇവിടെ ഇത്രയേറെ മണൽ എടുത്തുകൊണ്ട് പോയ 52 ലക്ഷം മെട്രിക് ടൺ എന്നാണ് അവിടെ നിന്നും എനിക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഏറ്റവും കുറഞ്ഞത് ഈ കാലങ്ങളിൽ എടുത്ത 2019 മാസപ്പടിക്കൊക്കെ ശേഷം എടുത്താണ് കേട്ടോ ഇത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ 52 ലക്ഷം മെട്രിക് ടണ്ണിന്റെ വാല്യുവേഷനാണ് ഞാൻ പറഞ്ഞത് 40,000 കോടി രൂപ. അവിടെ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ റിപ്പോർട്ടിൽ 4 കാര്യങ്ങളാണ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഒന്നിപ്പോ സാറ് പറഞ്ഞ പോലെ ആ ഷട്ടർ പൊക്കാനും താക്കാനുമുള്ള ക്രമീകരണം ഉണ്ടാകണം. 2, ആ അങ്ങോട്ടേക്കുള്ള കനാൽ, അങ്ങനെ അങ്ങോട്ടുള്ള ചാല് പൂർണ്ണമായും ക്ലീൻ ചെയ്യണം. 3, അവിടെ ഒരു പുലിമുട്ട് വെച്ച് അഴിമുഖത്തിലേക്ക് ഇങ്ങോട്ട് മണൽ വന്ന് അടിയാതെ പുലിമുട്ട് വെച്ച് ഒരു കവറിങ് ഉണ്ടാക്കണം. 4, മണൽ വാരണം. ഈ ബാക്കി 3 കാര്യങ്ങളും ചെയ്തിട്ടില്ല. എന്താ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും വരാനില്ല. 4-മത്തെ കാര്യം മണൽ വാരൽ. ആ മണൽ വാരൽ സുഗമമായി അവരൊറ്റ പ്രളയത്തിന്റെ മറവിൽ, ഞാൻ പറയുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രളയത്തെ വിറ്റ് കാശാക്കി എന്ന് പറയുന്നത് ഞാൻ ഇതുകൊണ്ടാണ്. ആ പ്രളയത്തിന്റെ പേരിലാണ് നമ്മൾ ഏറ്റവും അധികം അദ്ദേഹം 2ാമത് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ തന്നെ കാരണം നമ്മുടെ ഓരോ മലയാളിയുടെ മുമ്പിൽ അദ്ദേഹം ആ പ്രളയകാലത്തെടുത്ത പല നടപടികളിലുമുള്ള ഒരു സ്നേഹവും ആരാധനയായിരുന്നു. പക്ഷെ അവിടെ പോലും സ്വാർത്ഥ താല്പര്യവും അതിലുപരി
ആ പ്രളയത്തിന്റെ മറവിൽ ഈ നാടിനെ വിൽക്കുകയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാൻ ഒത്തിരി താമസിച്ചു പോയി. ഇപ്പോൾ തൽക്കാലത്തേക്ക് തോട്ടപ്പള്ളിയിലെ ഖനനം നിർത്തിവെച്ചിരിക്കുകയാണ് ശ്രീ ഷോൺ ജോർജ്. താങ്കൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ്? ഇനി അങ്ങോട്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇവിടെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഇനി അങ്ങോട്ട് അവിടെ ഖനനം നടന്നാൽ, അത് എന്റെ വാക്കാണ്, ഇനി അവിടെ ഖനനം നടന്നാൽ അത് കൃത്യമായി നാട്ടുകാർക്ക്, ഇപ്പോൾ അവിടുത്തെ പരിസ്ഥിതിവാദികൾ, അവർക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകിക്കൊണ്ട്, പരിസ്ഥിതിവാദികൾക്കല്ല, അവിടുത്തെ പരിസ്ഥിതിക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകിക്കൊണ്ട് അവിടുത്തെ മണലിന്റെ വാല്യുവേഷൻ അനുസരിച്ച് ആഗോള ടെൻഡർ വിളിച്ച് ഈ നാടിന് വരാനുള്ള ഈ നാട്ടിലെ അടുത്ത തലമുറയ്ക്ക് ലഭിക്കാനുള്ള മുഴുവൻ പണവും കൃത്യമായി ഈ നാട്ടിലേക്ക് വരാതെ ഇനി ഈ കള്ളക്കച്ചവടത്തിന് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. അതിന് നിയമപരമായി പോരാടും. സർക്കാർ തലത്തിൽ ഈ അവിടെയുള്ള മുഴുവൻ ഖനന നടപടികളും 2019 ഈ ജിയോ അനുസരിച്ച് ഇപ്പോൾ നടത്തിയിട്ടുള്ള മുഴുവൻ നടപടികളും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അപ്പുറത്തേക്ക് ഞാൻ ആ കാര്യത്തിൽ മറ്റൊരു പരാതിയുമായി കോടതിയെ സമീപിക്കും. പക്ഷേ ഇതുവരെ ഇത് മരവിപ്പിച്ചിട്ടില്ല ശ്രീ ഷോൺ ജോർജ്. തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതൊരു ഉത്തരവിന്റെ രൂപത്തിലൊന്നും വന്നിട്ടില്ല. അല്ല, അതിനകത്തൊരു ഒരു പ്രത്യേക സംവിധാനമുണ്ട്. കാരണം മെയ് മാസം മുതൽ ജനുവരി മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഇത് തുറന്നു ഇരിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അത് മെയ് മാസത്തിലെ തുടരും. മെയ് മാസത്തിൽ അവിടെ മണൽ വാരാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും എതിർത്താൽ ഉടനെ പറയും പ്രളയം വരും, കുട്ടനാട് മുങ്ങും, അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് മാറിയിരിക്കാൻ പറയും. അപ്പൊ പരിസ്ഥിതിവാദികളും അങ്ങനെയുള്ള ആളുകൾ ഇവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരും. ഞാൻ പറഞ്ഞില്ലേ, 226 പേർക്കെതിരെയാണ് അവിടെ ഈ അനധികൃത കരിമണൽ മോഷണം തടയാൻ വേണ്ടി സമരം ചെയ്ത 226 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോ എന്തുമാത്രം വലിയ പ്രതിരോധമാണ് അവിടെ, എത്രമാത്രം ഗുസ്തി പിടിച്ചാണ് ഈ വലിയ മോഷണം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു കാരണവശാലും തോട്ടപ്പള്ളിയിലോ ആറാട്ടുപുഴയിലോ ഇനി ഒരു അനധികൃത ഖനനം ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിന് ഏതറ്റം വരെ പോവോ അവിടം വരെ പോകും. ശരി, അല്പസമയം കൂടി ടെലിഫോൺ ലൈൻ തുടരണം ശ്രീ ഷോൺ. അസ്കർ, ഷോണിന്റെ ഒരു വാക്കാണ് ഈ പറയുന്നത്, ഇനി അവിടെ കരിമണലെടുപ്പ് നടക്കില്ല. ഈ പറയുന്നത് പോലെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ CMRL ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി നിർത്തുക. അസ്കർ, 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം IREL-ഉം അതുപോലെ KMML-ഉം ഖനനം നടത്താൻ അനുമതി ലഭിച്ച് ഖനനം നടത്തുന്നുണ്ടോ എങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാനാവും, അല്ലെങ്കിൽ അത് എങ്ങനെ തടയാനാവും എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഖനനാനുമതി ലഭിക്കുകയും അങ്ങനെ ലഭിക്കുന്ന ഖനനത്തിന്റെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഖനനം നടത്തുന്ന സ്വാതന്ത്ര്യം ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുണ്ട്. ഇവിടെ CMRL-നെ പക്ഷേ ആ രീതിയിൽ നടത്തണം ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇത് എല്ലാവർക്കും ബോധ്യമാണ്, ഈ കരിമണൽ CMRL-ലേക്ക് പോകുന്നുവെന്ന്. അതേ പറഞ്ഞുള്ളൂ. അല്ലാതെ IRE-യും KMM-ലും നടത്തുന്നതിന് ആരും എതിര് നിൽക്കുന്നില്ല. അവിടുത്തെ നാട്ടുകാർ പോലും പറഞ്ഞു കരിമണൽ എടുത്തോട്ടെ, ഇൽമിനേറ്റ് ആക്കിക്കോട്ടെ, തിരിച്ചുകൊണ്ട് ഇടണം എന്നുള്ളതുമുണ്ടല്ലോ, വ്യവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നടന്നുകൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ചില ഊഹാപോഹങ്ങളുടെയും കെട്ടുകഥകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. CMRL-ന് ഏതു തരത്തിലാണ് IREL-ഉം KMML-ഉം നടത്തുന്ന ഖനനത്തിൽ നിന്ന് മണല് ധാതു സമ്പത്ത് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കേട്ടുകേൾവിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കേട്ടുകേൾവി അല്ല അഡ്വക്കേറ്റ് BN ഹസ്കർ. താങ്കൾക്ക് ഇതുവരെ അത് ബോധ്യമായിട്ടില്ലെങ്കിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല. നമ്മുടെ കയ്യിൽ എത്രയോ രേഖകൾ ഇതേക്കുറിച്ചുള്ളതുണ്ട്. അല്ലാതെ CMRL-ന് എന്താണ്, എവിടെ നിന്ന് കിട്ടാനാണ്? CMRL ജപ്പാനിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവരുന്നില്ല. അങ്ങനെ ആയിരുന്ന സമയത്താണ് അവർ നഷ്ടത്തിലേക്ക് പോയത്. അവർ മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുക്കുന്നു. നേരത്തെ 2004-ലെ ഖനനാനുമതി അവരുടെ കമ്പനിക്കുള്ള KREML-നുള്ള ഖനനാനുമതി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി അവർ ശ്രമം നടത്തി. അത് വ്യവസായ വകുപ്പ് പറ്റില്ല എന്ന് പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഖനനം പാടുള്ളൂ എന്നതായിരുന്നു. അതിനുശേഷം 2019-ൽ കേന്ദ്രത്തിന് നിയമം വന്നു, സ്വകാര്യ സംരംഭകർക്ക് അങ്ങനെ എന്തെങ്കിലും അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കണം എന്ന്. വ്യവസായ വകുപ്പിന്റെ മുൻപിൽ മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ആ ഫയൽ വിളിച്ചു വരുത്തുന്നു, AG-യുടെ നിയമോപദേശത്തിന് വിടുന്നു. 2020-ൽ AG നിയമോപദേശം കൊടുക്കുന്നു, ഒന്നും സംഭവിച്ചില്ല. അവസാനം മാസപ്പടി വിവാദം പുറത്തു വന്നതിന് ശേഷം 2023 ഡിസംബർ 18-ന് ആ അനുമതി, അന്ന് പണ്ട് കൊടുത്തിരുന്ന ആ അനുമതി അത് മരവിപ്പിച്ചത്, അത് തുടരാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ CMRL-ന്റെ എല്ലാ അപേക്ഷകളും തള്ളുന്നു. ഇത് സംഭവിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു പൊതുമേഖലയിൽ ഇവരെ കൊണ്ടുവരുവാനുള്ള ശ്രമം നടന്നു, അതും നടന്നില്ല, അതും വിജയം കണ്ടില്ല. അതിനിടയ്ക്ക് ദുരന്ത നിവാരണത്തിന്റെ മറവിൽ കുട്ടനാട്ടിലെ തോട്ടപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ കരിമണൽ വാരുവാനുള്ള അനുമതി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നു. വളഞ്ഞ വഴിയിൽ അത് CMRL-ലേക്ക് എത്തുന്നു. ഇത് കെട്ടുകഥയല്ല, ഊഹാപോഹമല്ല, രേഖകളുണ്ട്. ബില്ലുകൾ ഏറ്റവും ഒടുവിലുണ്ട്. മണൽ അങ്ങോട്ട് പോയത് CMRL-ലേക്ക്.
അല്ല, നിങ്ങളിപ്പോ പറയുന്നതും ഈ വിമർശകരുടെ എല്ലാ ബുദ്ധി വൈഭവം കൊണ്ട് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നതും CMRL-ന് ഖനനാനുമതി നൽകി ഖനനം നടത്തി CMRL കൊണ്ടുപോയി എന്നുള്ളത്. IREL-നും KMML-നും ആണ് തോട്ടപ്പള്ളി ഖനനാനുമതി ഉള്ളത്. CMRL-ന് എങ്ങനെയാണ് ലോഡ് കണക്കിന് ഖനനം ചെയ്തെടുത്ത ധാതു സമ്പത്ത് കൊണ്ടുപോകാനാവുക? ഏത് വിചിത്രമായ വാദമുഖങ്ങളാണ് ഇക്കാര്യത്തിൽ? ശരി ഷോൺ, ഇനി ഞാൻ ഹസ്കറിനോട് ഇതിനെപ്പറ്റി പറയുന്നില്ല, അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു CPM സഹയാത്രികനാണ്. ശ്രീ ഷോൺ മറുപടി. അദ്ദേഹത്തിന് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇതല്ലാതെ പറയാൻ കഴിയില്ല. പക്ഷേ സാറ് മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവിടെ ഈ 100% സാറ് പറയുന്ന ഞാൻ അംഗീകരിക്കുന്നു. എന്താണ് ഈ രണ്ട് സ്ഥാപനത്തിനല്ലാതെ, അത് ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KMML-നും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായ IREL-നും മാത്രമാണ് ഖനനാനുമതി ഉള്ളത്. പക്ഷേ സാർ ഒന്ന് പരിശോധിക്കുക, അവിടെ നിന്നും വാരിക്കൊണ്ടുപോയ മണല് അവരുടെ റോ മെറ്റീരിയൽ അനുസരിച്ച് അവരുടെ റോ മെറ്റീരിയൽ സ്റ്റോക്കിൽ വന്നിട്ടില്ല. ഈ KMML-ന്റെ പ്രൊഡക്ഷൻ 2012 ഉണ്ടായിരുന്ന പ്രൊഡക്ഷന്റെ 1/3 പോലും 2020 അത് ഏറ്റവും കൂടുതൽ മണൽ കൊണ്ടുപോയിട്ടുള്ള സമയത്ത്, അതായത് കരിമണൽ അങ്ങോട്ട് കൊണ്ടുപോയ സമയത്ത് ഈ KMML-ന്റെ പ്രൊഡക്ഷൻ 33% കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ മണൽ എങ്ങോട്ടാ പോയത്? ഇത് കൃത്യമായിട്ട് ഇപ്പൊ CR സാർ പറഞ്ഞു, വലത്തോട്ട് പോയാൽ KMML, ലോറി ഇടത്തോട്ട് പോയാൽ CMRL. അതായത് ആ ആറാട്ടുപുഴയിൽ നിന്ന് ലോറി ഹൈവേയിലേക്ക് കയറിയാൽ ഇത് എങ്ങോട്ട് തിരിയുന്നു എന്ന് മാത്രമാണ് കാര്യം. ഇവിടെ അതിന് കൃത്യമായിട്ട് CMRL-നും KSEDC-യും അതുപോലെ KMML-ഉം തമ്മിൽ വലിയ അന്തർധാര, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ അന്തർധാര ഉണ്ടായിരുന്നു. അതിന് കൂട്ടുനിന്നതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഇത്രയും വലിയ മാസപ്പടി എത്തിയത്. ഇത്രയും വലിയതെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അക്കൗണ്ടിൽ കിട്ടിയത് ഇത്രയാണെങ്കിൽ അക്കൗണ്ടിൽ കിട്ടാത്തത് എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇത് കേരളം കണ്ടതില്ല. ഞാൻ ഈ മറ്റ് മുഖ്യമന്ത്രിയും മകളും കർത്തയും CMRL-നും ഒക്കെ മാറ്റിവെച്ചു. നമ്മുടെ നാടിന്റെ സ്വത്തല്ലേ ഇത്? ഗൾഫ് രാജ്യത്ത് പെട്രോൾ എങ്ങനെയാണ്, ഗൾഫ് രാജ്യം എങ്ങനെ ഈ നിലയിലെത്തി? അവർക്ക് ദൈവം കൊടുത്ത വരദാനമാണ് പെട്രോൾ അല്ലെങ്കിൽ ഫോസിൽ ഉൽപ്പന്നങ്ങൾ. അവിടെ നിന്നും കേരളത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഇന്ന്. ഇപ്പൊ നമ്മുടെ പെട്രോളിയത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ബാറ്ററിയുടെ കാലഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ എല്ലാം ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് പോവുകയാണ്. ബാറ്ററി ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങളല്ല, അതിനകത്ത് ബാറ്ററിയുടെ നിർമ്മിക്കുക, അതുപോലെ AI ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് ടെക്നോളജികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള മിനറൽസ് ആണ്. ഇവിടെ ഞാൻ ഈ ആറാട്ടുപുഴ 17 കിലോമീറ്റർ പരിസരത്ത് നിന്ന് 4 നിന്ന് ഞാൻ എന്റെ സ്വന്തം നിലയിൽ ഞാൻ മണൽ കളക്ട് ചെയ്ത് ബോംബെയിലെ ടെസ്റ്റിങ്ങിൽ അയച്ചിട്ടുണ്ട്. സർക്കാർ പറയുന്ന മിനറൽസ് തന്നെയാണോ ഇതിനകത്തൊന്നും അറിയണമല്ലോ. അതിന്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ 1 കിലോയ്ക്ക് 4.5 കോടി രൂപ വിലയുള്ള മിനറൽസ് ലോകത്തുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ മിനറൽസ് ആണ് നമ്മുടെ നാട്ടിൽ ഉള്ളതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന റോക്കറ്റ് ലോഞ്ച് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ റോക്കറ്റ് ലോഞ്ചിങ്ങിന് ആവശ്യമുള്ള സോഫ്റ്റ് സ്പോഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ മിനറൽസിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇവിടെ നമ്മുടെ സർക്കാർ കണക്കനുസരിച്ച് 12 ഐറ്റം മിനറൽസ് ആണ് നമുക്ക് ഈ നമ്മുടെ നിലവിലുള്ള ആറാട്ടുപുഴ മുതൽ ഈ പ്രദേശത്തെ കരിമണലിൽ നിന്ന് ലഭിക്കുന്നത്. ആ 12 ഐറ്റം മിനറൽസില് 3 ഐറ്റം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി 9 ഐറ്റം തിരിച്ചു കളയാന്നാ പറയുന്നത്. കളയുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. ബാക്കി 9 മിനറൽസ് പുറത്ത് കളയാം. നമുക്ക് എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണമെന്ന് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രസംഗിക്കുന്നു. എന്തുകൊണ്ട് ബാക്കിയുള്ള 9 മിനറൽസ് നമ്മുടെ പൊതുമേഖലയിൽ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഈ നാട്ടിൽ ഉണ്ടാക്കിക്കൂടാ? റോഡ് ഉണ്ടാക്കുന്നു, പാലം ഉണ്ടാക്കുന്നു, ആശുപത്രി ഉണ്ടാക്കുന്നു, വ്യവസായങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഇതല്ലേ ആദ്യം ചെയ്യണ്ടേ? നമ്മുടെ നാട് രക്ഷപ്പെടേണ്ടത് ആദ്യം ഇവിടെയല്ലേ? അവിടെ എന്തുകൊണ്ട് ചർച്ച നടക്കുന്നില്ല? ചർച്ചകൾ അങ്ങോട്ട് പോകണം. ഈ നാടിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇവിടുത്തെ ചെറുപ്പക്കാർ അന്യനാട്ടിലേക്ക് പോകാതെ. പക്ഷേ ഇവിടെ CMRL-നെ എങ്ങനെ സഹായിക്കാം, CMRL-നെ എങ്ങനെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാം എന്ന ചർച്ചയാണ് കരിമണലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 വർഷമായി നടക്കുന്നത്. ശ്രീ ഷോൺ ജോർജ്, അതിനെയാണല്ലോ താങ്കൾ എതിർക്കുന്നതും ഇപ്പോൾ രേഖകളുമായിട്ട് കോടതികളെ സമീപിക്കുന്നതും അന്വേഷണ ഏജൻസികളെ സമീപിക്കുന്നതും. 27-ാം തീയതി ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, 27-ാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പരാതി അയച്ചു കഴിഞ്ഞ് 27-ാം തീയതി പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ഈ ഖനനം ഇനി മുതൽ ഈ ഖനനം അനുവദിക്കരുതെന്നും, അത് മാത്രമല്ല ഇതിന് സെൻട്രൽ ആക്ട് പ്രകാരം നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്, അനുവദിക്കരുതെന്ന് മാത്രമല്ല ഇത് കൃത്യമായി പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിൽ, ഈ നാടിന് വികസനം ഉണ്ടാകുന്ന രീതിയിൽ അവിടുത്തെ നാടിനെയും സംരക്ഷിച്ചുകൊണ്ട് അത് കൃത്യമായി ഖനനം ചെയ്യാനുള്ള നടപടികൾ, അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാതെ, ആ നാട്ടുകാരെ ഉപദ്രവിക്കാതെ, ഈ നാടിന് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള മൈനിങ്ങിലേക്ക് നീങ്ങിയാൽ ഈ നാട് രക്ഷപ്പെടാൻ മറ്റൊന്നും വേണ്ട എന്ന്. ശരി, നന്ദി ശ്രീ ഷോൺ ജോർജ്. ശ്രീ സുരേഷ് കുമാർ,
ഇതിപ്പോൾ അവിടെ നിന്ന് KMML-ഉം IRE-യും ഒന്നും കരിമണൽ കൊണ്ടുപോകുന്നതിന് നിങ്ങൾ എതിരല്ലല്ലോ, ഇല്ലേ? ഇന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ സ്വത്താണ്, അത് നമ്മുടെ നാട്ടിൽ തന്നെ പ്രോസസ്സ് ചെയ്യട്ടെ, അതിന് ഞങ്ങൾ ആരും എതിരല്ല എന്ന്. ഈ ലോറികൾ തോട്ടപ്പള്ളിയിൽ നിന്ന് കയറി വരുമ്പോൾ വലത്തോട്ടേക്ക് സഞ്ചരിക്കുന്നതിന് പകരം ഇടത്തോട്ടേക്ക് പോകുന്നു. അതാണല്ലോ പ്രശ്നമായിട്ടുള്ളത്. സാറേ, ഈ ആലപ്പുഴ തീരത്തെ സംബന്ധിച്ച് അവിടുന്ന് മണലെടുക്കാവുന്ന ഒരു തീരമല്ല. കാരണം ഈ കുട്ടനാട് എന്ന് പറയുന്നത് 2.5 മീറ്റർ മുതൽ 3 മീറ്റർ വരെ താഴെ കിടക്കുന്നതാണ്. ഈ കുട്ടനാട് സംരക്ഷിക്കുന്നത് ഈ ഡെൻസിറ്റി കൂടിയ ഈ തീര മണലാണ്, കരിമണലാണ്. ഈ കരിമണൽ ഇവിടെ എടുത്തുകൊണ്ട് പോയിട്ട് വേറെ ഏതെങ്കിലും മണൽ ഇവിടെ കൊണ്ടിട്ടാൽ ഈ കുട്ടനാടെന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് പാടി കൾട്ടിവേഷൻ നടക്കത്തില്ല, ഉപ്പളമായിട്ട് മാറും അത്. അതുകൊണ്ട് ഇപ്പോ ആലപ്പാട് സ്വാതന്ത്ര്യത്തിന് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് മണലെടുക്കാൻ തുടങ്ങിയതാ. ആലപ്പാട്ടുകാരോട് പറഞ്ഞു ഇത് സിംഗപ്പൂരാകുമെന്ന് പറഞ്ഞു. ആ സ്ഥലം സിംഗപ്പൂരായി മാറിയില്ലെന്ന് മാത്രമല്ല, അതിപ്പോ ഏതാണ്ട് 80 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന സ്ഥലം അത് ഏതാണ്ട് 8 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങിപ്പോയി. ഇപ്പോൾ വരാൻ പോകുന്നത് ഇവിടുന്ന് സ്വകാര്യ മേഖലയിലോ സംയുക്ത മേഖലയിലോ പൊതുമേഖലയിലോ ഈ തീരത്തുനിന്ന് മണലെടുത്താൽ ഈ തീരവും ആലപ്പുഴ ജില്ലയിൽ കാണത്തില്ല എന്ന് ആദ്യമായി പറഞ്ഞത് ബഹുമാന്യനായ സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ഇടതുപക്ഷം ചെയ്യേണ്ടത്. അതിനകത്ത് മണൽ ഖനനത്തെക്കുറിച്ചും കടൽ മണൽ ഖനനത്തെക്കുറിച്ചും അദ്ദേഹം 46-ാമത്തെ പേജ് മുതൽ ഏതാണ്ട് ഒരു 10 പേജ് എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തൃക്കുന്നപ്പുഴ വന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഏഷ്യയിലെ ഏറ്റവും എക്കോളജിക്കലി സെൻസിറ്റീവായ ഈ സ്ഥലത്ത് നിന്നും മണൽ സ്വകാര്യ മേഖലയിലോ സംയുക്ത മേഖലയിലോ പൊതുമേഖലയിലോ മണലെടുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹമാണ്. ഇവിടെ എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത് അദ്ദേഹം മൈനിങ് എന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ തോട്ടപ്പള്ളിയിൽ മൈനിങ് നടക്കുന്നെന്ന് ഇവിടെ ശരിക്കും ഗവൺമെന്റോ മറ്റ് ഏജൻസികളോ സമ്മതിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ മൊത്തം അദ്ദേഹം പറഞ്ഞത് മൈനിങ് എന്നാണ് പറഞ്ഞത്. മൈനിങ് എന്നൊരു വാക്ക് ജില്ലാ കളക്ടർ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ ഖനനം നിൽക്കും. അന്ന് എന്നാണോ ഇത് മൈനിങ് ആണെന്ന് പറയുന്നത് അന്ന് മുതൽ ഇവിടെ മണലെടുക്കാൻ പറ്റൂല. പിന്നെ കുട്ടനാടിനെ രക്ഷിച്ചെന്ന് പറഞ്ഞല്ലോ, 54 ലക്ഷം മെട്രിക് ടൺ മണല് IRE-യും KMML-ഉം വഴി എടുത്ത് അവർ കുറെ ഉപയോഗിച്ചു, ബാക്കി CMRL-നും കൊടുത്തപ്പോൾ കുട്ടനാട് രക്ഷപ്പെട്ടു എന്നാണല്ലോ ഇവിടെ പറയുന്നത്. കുട്ടനാട്ടിൽ എന്താണ് രക്ഷപ്പെട്ടതെന്ന് പറയൂ. എൻ്റെ സുഹൃത്ത് ഇവിടെ നിന്ന് കുട്ടനാടിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. കുട്ടനാട് സംഭവിച്ചത് ഉപ്പുവെള്ളം കയറി ഏതാണ്ട് 7500ഓളം ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റാതായി. വേനൽക്കാലത്ത് മട വീണതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആദ്യമായി ഈ കഴിഞ്ഞ കൊല്ലം കൈനകരി ഭാഗത്ത് ഈ ഉപ്പുവെള്ളം കയറി മട വീണു. അപ്പോൾ ഈ കുട്ടനാടിലെ വെള്ളം ഈ സ്വാമിനാഥൻ കമ്മീഷൻ എൻ്റെ സുഹൃത്തൊന്ന് വായിച്ച് പഠിക്കണം. അദ്ദേഹം MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പമ്പയാറിലെയും അച്ചൻകോവിലെ ആറിലെയും മുഴുവൻ വെള്ളം, കുട്ടനാട്ടിലെ മുഴുവൻ വെള്ളവും ഈ തോട്ടപ്പള്ളിയിൽ കൂടെ ഒഴുകി പോകൂല. കുട്ടനാട്ടിലെ 1/3 വെള്ളം മാത്രമേ ഇതുവഴി പോകത്തുള്ളതാണ്. 54-ൽ ഇത് കമ്മീഷൻ ചെയ്യുമ്പോൾ ഇത് വിഭാവന ചെയ്തവരുടെ സ്വപ്നം 19,500 ക്യൂബിക് മീറ്റർ വെള്ളം ഒരു സെക്കൻഡിൽ ഇതുവഴി പോകുന്നായിരുന്നു. പക്ഷെ കമ്മീഷൻ ചെയ്ത് നോക്കിയപ്പോൾ 600 m³ മാത്രം വെള്ളമേ ഇതുവഴി പോയുള്ളൂ. ഇപ്പം പോകുന്ന വെള്ളം ഏതാണ്ട് 350 ക്യൂബിക് മീറ്റർ മാത്രം വെള്ളമാണ് ഒരു സെക്കൻഡിൽ പോകുന്നത്. അതാണ് ഇവിടെ രസകരമായ വസ്തുത. ഈ 2007-ലും ആണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് വെക്കുന്നത്. 2011-ലാണ് ഈ നമ്മുടെ IIT-യുടെ റിപ്പോർട്ട് വരുന്നത്. ഇത് രണ്ടും വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള റിപ്പോർട്ടാണ്. പക്ഷേ 31/5/2019 ഉത്തരവിറക്കിയപ്പോൾ
വെള്ളപ്പൊക്കത്തിന് വേണ്ടി സ്വാമിനാഥനും IIT പറഞ്ഞതാണ്. വെള്ളപ്പൊക്കത്തിന് വേണ്ടി പറഞ്ഞതല്ല. IIT ഈ മോഡേണൈസേഷൻ ഓഫ്, ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം, മോഡേണൈസേഷൻ ഓഫ് തണ്ണീർമുക്കം ബണ്ട് ആൻഡ് തോട്ടപ്പള്ളി സ്പിൽവേ, അതിൽ വളരെ വ്യക്തമായി പറയുകയാണ് സാറ്റലൈറ്റ് വഴി ഈ സലൈൻ ഇൻട്രൂഷൻ മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ടർ വീഴണം, ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ടർ ഉയരണം, കമ്പ്യൂട്ടർ വഴി ഇത് ക്രമീകരിക്കണം, ഇതാണ് പറഞ്ഞത്. പക്ഷെ ആ റിപ്പോർട്ടിലൊക്കെ ഏറ്റവും ഒടുവിലത്തെ കാര്യം മാത്രം ഈ മണൽ നീക്കം ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ദുരന്ത നിവാരണത്തിന്റെ മറവിൽ സ്വീകരിച്ചു. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഒരു കാര്യം കൂടി ഒന്നും കുട്ടനാട്ടിന് വേണ്ടി ഇതുവഴി നടന്നിട്ടില്ല. അതൊരു കാര്യം. ഇവിടെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ, CMRL-ന് ഇൽമനേറ്റ് കിട്ടാൻ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ വളഞ്ഞ വഴിയിൽ ചെയ്തു കൊടുത്ത ഒരു ഉപകാരം, അതായത് ഈ മാസപ്പടിക്കൊക്കെയുള്ള ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിനുള്ള പ്രത്യുപകാരം മാസപ്പടി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വർഷം തന്നെ 135 കോടിയുടെ മാസപ്പടിയാണല്ലോ, അതിലെല്ലാ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുന്നുമുണ്ട്. അപ്പോൾ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്ത ഒരു ഉപകാരം എന്നും മാത്രമേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. അതല്ലായിരുന്നുവെങ്കിൽ CMRL ബുദ്ധിമുട്ടിയാനെ. കാരണം വേറെ അവർക്ക് വഴിയില്ല. ജപ്പാനിൽ നിന്നോ UAE-യിൽ നിന്നോ ഇറക്കുമതി ചെയ്യണം, അവരുടെ കമ്പനിയെ കൂടുതൽ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയനെ. അപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം, ഈ ദുരന്ത നിവാരണ അതിൻ്റെ ഒരു മറവ് അവിടെ ഉണ്ടായിരുന്നു, അത് പിൻപറ്റി ഈ മണൽ മാറ്റുന്നു എന്ന രൂപേണ കരിമണൽ കൊണ്ടുപോകുന്നു, അത് CMRL-ന് കിട്ടുന്നു. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവിച്ചത് അവിടെ. അത് തുറന്നു പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കും. മഞ്ജുഷ, അതൊരു വളരെ ലളിതമായിട്ടുള്ള ഒരു ഗണിത യുക്തി മാത്രമാണ്. കാരണം CMRL-നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കണമെന്നും അതോടൊപ്പം അത് മാസപ്പടിയിൽ കൊണ്ടുകെട്ടണമെന്നും ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടത്തിലാണ്. അത് ബഷീർ പണ്ട് പറഞ്ഞതുപോലെയാണ്, ഒന്ന് കൂടിയാൽ ഇമ്മിണി വലിയ ഒരു ഒന്ന് എന്ന് കാണുന്ന തരത്തിലുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രിസംഷൻസ് മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത്. അല്ലാതെ വസ്തുതകൾ, തെളിവുകൾ നമ്മുടെ മുന്നിലില്ല ഇക്കാര്യത്തിൽ. ഒറ്റ കാര്യം, തെളിവുകളുണ്ട് സാറേ. ഒരു കാര്യം, നമ്മൾ ഈ ഇൻട്രീം സെറ്റിൽ ബോർഡിന്റെ ആ വിധിന്യായത്തിൽ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് 135 കോടി രൂപ കൊടുത്തതെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് PSU വഴി, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനി വഴി ഞങ്ങൾക്ക് യഥേഷ്ടം ഇൽമനൈറ്റ് കിട്ടുന്നുണ്ട്, ആ ഇൽമനൈറ്റ് ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പണം കൊടുത്തത് എന്ന് വളരെ വ്യക്തമായി പറയുക. ആ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒന്ന് വായിച്ചു നോക്കാൻ വളരെ വ്യക്തമായി വായിച്ചതാണ്. ശരിയാണ്, നമ്മൾ ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ ഒരു ലളിതവൽക്കരിക്കുന്നത് എന്ന് പറയുന്നത് എക്സാലോജിക്കിന് ലഭിച്ചെടുത്ത് മാത്രമാണ് ചർച്ചകളുടെ ആ ഗൗരവം കുറയ്ക്കുന്നത്. 133.28 കോടി രൂപ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ, മാധ്യമ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ള ആളുകൾ വാങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും നമ്മുടെ ചർച്ചയെത്താതെ ഇതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മാത്രം ചർച്ച ചുരുക്കുന്നിടത്താണ് എന്റെ കൂടി പ്രശ്നം. ഇല്ല, 135 കോടിയുടെ ഓവറോൾ തന്നെയാണ് പറഞ്ഞത്, അതിൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് സഹായം ചെയ്തു കൊടുത്ത ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് കിട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് സഹായം വേണമല്ലോ. അവിടെ ആരും ഉപദ്രവിക്കരുത്, അതിനുവേണ്ടി മറ്റുള്ളവർക്കും സഹായം ചെയ്തു പണം കൊടുത്തു, അത്രേ ഉള്ളൂ. സിമ്പിൾ. അധികാരത്തിലിരിക്കുന്നവരാ, അതാണ് കാര്യം. അത് സഹായം ചെയ്തു കൊടുക്കുന്ന, ഡയറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്ന അധികാരത്തിലിരിക്കുന്നവർ. ഹസ്കർ, സിമ്പിൾ ആണല്ലോ ഇത്. ഒന്നുമില്ല, ആ ലളിതയുക്തിയിൽ ഇതിനെ തളച്ചിടുന്നതിന് പകരം 135 കോടി ലളിതയുക്തി അല്ല സാർ. അല്ലല്ല, അങ്ങനെ പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. ലളിതയുക്തി ഒന്നും അല്ല, വളരെ സിമ്പിൾ ആണ്, ലളിതം തന്നെയാ. ലളിതമാണ് സാർ, സംഗതി ലളിതമാണ് സാർ, ലളിതമാണ് കാര്യം, വളരെ ലളിതമാണ്. ഇൽമനൈറ്റ് കിട്ടാൻ, PSU വഴി ഇൽമനൈറ്റ് കിട്ടാൻ ഞങ്ങൾ 135 കോടി രൂപ കൊടുത്തു. അത് ആർക്ക് കൊടുത്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. കാരണം അന്ന് അധികാരത്തിലിരുന്ന ആളുകൾ ആരാണെന്നുള്ളത് ഒരു ചോദ്യം. പ്രതിപക്ഷത്തിന് കൊടുത്താൽ പ്രതിപക്ഷത്തിന് അധികാരമില്ലല്ലോ. 2, അത് മാത്രമല്ല, അതിനുവേണ്ടി എടുത്ത നടപടികൾ എങ്ങനെയാണ്. നമ്മൾ അമിത്ഷായുടെ മകൻ വളരെ പെട്ടെന്ന് വളർന്നപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അമിത്ഷാ അത് കുറ്റക്കാരനാന്ന് പറഞ്ഞാൽ അമിത്ഷാ എന്തെങ്കിലും ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞായിട്ട് നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ? ഇല്ലല്ലോ. അമിത്ഷായുടെ മകന്റെ കമ്പനി വളരെ പെട്ടെന്ന് വളരുന്നു. അങ്ങനെ വളരുമ്പോൾ ന്യായമായും ആളുകൾ, ഞാനും അക്സറും
എല്ലാവരും അതിനെ വിമർശിച്ച ആളുകളാണ്. അപ്പം അതൊക്കെ വെറും കണക്കാണ് എന്ന് അങ്ങ് പറയുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയില്ല. കാരണം വസ്തുനിഷ്ഠമായ സാഹചര്യം ഉണ്ടിവിടെ. ഇനി അങ്ങ് പറഞ്ഞല്ലോ മറ്റാളുകൾ കൊടുത്തു പിടിക്കണമെന്ന്. SFIO ഇത് മാത്രമല്ലല്ലോ വരിക, SFIO ഇതും അന്വേഷിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ്. 2003 മുതൽ ഈ കള്ളക്കളിയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പലരും മിണ്ടാതിരുന്നിട്ടുണ്ട്, പലരും കണ്ണടച്ചിട്ടുണ്ട്, പലരും ഉറക്കം നടിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ അതിൽ പെടും. പക്ഷെ ഇപ്പം പ്രശ്നം അതല്ല, ആരാണ് ഈ തോട്ടപ്പള്ളിയിലെ ഖനനത്തിന് അനുമതി കൊടുത്തത് എന്ന ചോദ്യം വരുമ്പോൾ അത് അനുമതി കൊടുത്ത ആ കാലത്തെ സർക്കാർ ആരാണെന്നും അതിൻ്റെ വകുപ്പ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണെന്നും ആരാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയുള്ള മന്ത്രിയെന്നും ആരാണ് പരിസ്ഥിതി മന്ത്രിയെന്നും കൂടി ചിന്തിക്കുമ്പോഴാണ് ഈ 1.72 കോടി രൂപ പ്രധാനമാകുന്നത്. അവിടെയാണ്. പക്ഷെ അവിടെ 135 കോടി എന്തായാലും പ്രധാനമാണ്. അതിലേക്കുള്ള അന്വേഷണം വരുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയുവാനുള്ളത്. മാത്രമല്ല, ഈ തോട്ടപ്പള്ളിയിൽ നിന്നുള്ള ഈ മണലെടുപ്പുണ്ടല്ലോ, കരിമണലെടുപ്പും അത് CMRലേക്ക് എത്തുന്നതും, ഇത് SFIOയുടെ അന്വേഷണ പരിധിയിൽ വരുമോ എന്നുള്ള സംശയം ഇപ്പോഴും ഉണ്ടല്ലോ. ഷോൺ ഈ രേഖകളെല്ലാം SFIOയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട് മഞ്ജുഷ്, പറയാമോ? പറഞ്ഞോളൂ. അതിലൊരു പ്രശ്നമുണ്ട് മഞ്ജുഷ്. യഥാർത്ഥത്തിൽ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ROCയുടെ ഇതിൽ നിന്നാണ് SFIO വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിന് 135 കോടി രൂപ കൊടുത്തു എന്ന ചോദ്യമാണ് ഇന്ററിം സെറ്റിൽ ബോർഡിൽ വരുന്നത്. അതിൽ CMRL മാത്രമല്ല, KSIDCയും എക്സാലോജിക്കും കമ്പനി നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്ന് ROC കണ്ടെത്തുന്നു. അതിൽ ഇനി എന്തൊക്കെ കമ്പനി നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളത് പരാതികൾ പരിശോധിച്ചേ ചെയ്യാൻ പറ്റൂ. അതിലൊരു കാര്യം, എവിടെ നിന്നാണ് ഈ CMRLന് കരിമണൽ വന്നത് എന്ന് അന്വേഷിക്കാൻ SFIO തീരുമാനിച്ചാൽ അത് വരുന്നത് ഈ പറഞ്ഞതുപോലെ ഇവർക്ക് വരേണ്ട KMML എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വരേണ്ട കരിമണലാണ് എന്ന് വന്നാൽ അതൊരു പ്രശ്നമുണ്ട്. 2, ഇപ്പം 135 കോടിയിൽ ഒരു 13% അവകാശികളാണ് KSIDC. ചേട്ടന്മാർ മിണ്ടിയിട്ടില്ല. ഈ 135 കോടി രൂപ കൊടുത്തപ്പോൾ, ഈ കമ്മീഷൻ കൊടുക്കുമ്പോൾ ആ കമ്മീഷൻ്റെ ഒരു പങ്ക്, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ ലാഭമല്ലേ മഞ്ജുഷേ? അതിൽ 17 കോടി KSIDCക്ക് കിട്ടേണ്ടതല്ലേ? അത് പറയുന്നതിന് പകരം KSIDC എന്താ പറഞ്ഞേ? അന്വേഷണം തടയണമെന്ന് പറഞ്ഞ് കോടതി പോവുക. ഞങ്ങൾക്ക് 18 കോടി രൂപ കിട്ടണമെന്ന് മാത്രം KSIDC പറഞ്ഞാൽ മതി. ആ 135 കോടിക്ക് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, ആ 18 കോടി ഞങ്ങൾക്ക് തരണം എന്ന് KSIDC പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. ഇത് KSIDC അങ്ങനെയല്ല പറഞ്ഞത്. KSIDC പറഞ്ഞത് അത് ഇത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ എനിക്കല്ല, സർക്കാരിന് കിട്ടേണ്ട 17 കോടിയെങ്കിലും ഇങ്ങനെ കണ്ണടയ്ക്കാൻ ആര് തീരുമാനിച്ചു? അതെന്തായാലും KSIDCയുടെ ഒരു ഡയറക്ടർ തീരുമാനിച്ചാവും വഴിയില്ല. അവിടെയാണ് ഈ കോടികളുടെ കളികളും കണക്കും. ഇതൊക്കെ അന്വേഷണത്തിൽ വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് കമ്പനി നിയമത്തിൻ്റെ കമ്പനിയിലെ ഡയറക്ടർമാരെയും അതിൻ്റെ ഉടമസ്ഥന്മാരെയും വഞ്ചിക്കലാണ്. അതിൽ ഓഹരി ഉടമകളെ വഞ്ചിക്കലാണ്. അതാണ് SFIOയുടെ ജോലി. SFIOയുടെ പ്രധാന ജോലി അഴിമതി കണ്ടെത്തല്ല. ഇനി അഴിമതി കണ്ടെത്തിയാൽ അവർ CBIക്കോ അല്ലെങ്കിൽ EDക്കോ മണി ലോണ്ടറിങ് ഉണ്ടെങ്കിൽ EDക്കോ ഒക്കെ അവർ കൈമാറും, അത് വേറെ വിഷയം. പക്ഷേ SFIOയുടെ അന്വേഷണത്തിൽ ഇതും വരും എന്ന് തന്നെയാണ് എൻ്റെ കാൽക്കുലേഷൻ. ശരി, നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ സുരേഷ് കുമാർ, ശ്രീ ഷോൺ ജോർജ്, അഡ്വക്കേറ്റ് BN ഭാസ്കർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം കർത്തയെ സഹായിക്കാനോ? കർത്തയെ സഹായിക്കാനാണെന്ന് 92% പ്രേക്ഷകർ, അല്ല എന്ന 6%, നിഷ്പക്ഷം 2%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.